ഡാറ്റ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടിയെന്ന് ഹൈക്കോടതി. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് കോടതി. ഡാറ്റ ചോർത്തൽ കടുത്ത നിയമലംഘനമെന്നും വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് സർക്കാർ എന്ത് വിലയാണ് നൽകുന്നതെന്നും കോടതി. സംസ്ഥാന സർക്കാരിന് ആശ്വാസം. നവകേരള സർവേ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ക്ഷേമ പദ്ധതികൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പരിശോധിക്കാനും വിവരശേഖരണം നടത്താനും സർക്കാരിന് അവകാശമുണ്ടെന്ന് കോടതി. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ബില്ല് രാഷ്ട്രപതി കേരള നിയമസഭയ്ക്ക് അയക്കും. തീരുമാനം പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവതീർത്തിൽ ചേർന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലും പ്രതിപക്ഷ പ്രതിഷേധവും ബഹിഷ്കരണവും. ശബരിമല വിഷയത്തിലും തന്ത്രിയുടെ അറസ്റ്റിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. ചർച്ചകളെ ഭയക്കുന്ന പ്രതിപക്ഷം ലോകത്ത് വേറെയില്ലെന്ന് വിമർശനം. ഏകാധിപത്യ ഭരണത്തിന് ജനങ്ങൾ മറുപടി പറയുമെന്ന് പ്രതിപക്ഷം. അതിവേഗ റെയിൽവേ പദ്ധതി പരിഷ്കരിച്ച് പുതിയ ഡിസൈനുമായി ഇ ശ്രീധരൻ. പത്തനംതിട്ടയും മലപ്പുറവും ഉൾപ്പെടുത്തി. 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്താം. നിരക്ക് 780 രൂപ. പദ്ധതി ചെലവ് 1 ലക്ഷം കോടി രൂപയിൽ നിന്ന് 56,500 കോടിയായി കുറയുമെന്ന് മെട്രോമാൻ. ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദ്യം. സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിനെതിരെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കവേ ദ്വാരപാലക ശില്പക്കേസിലെ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. സ്വകാര്യ വ്യക്തികളുടെ ഫോണുകളിലേക്ക് ഭരണനേട്ട സന്ദേശങ്ങൾ അയക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിലക്ക്. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. ഡാറ്റ ചോർത്തൽ കടുത്ത നിയമലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് സർക്കാർ എന്ത് വിലയാണ് നൽകുന്നതെന്നും കോടതി ചോദിച്ചു. ഡാറ്റ ചോർത്തൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഡാറ്റ ചോർത്തിയതിൽ മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും പങ്കുണ്ട്. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഡാറ്റ ഉപയോഗിച്ച് കോൺഗ്രസ് ഒരു സർവേയും നടത്തുന്നില്ല. കോൺഗ്രസ് ഡേറ്റ ചോർത്തിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കട്ടെ. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിൽ സുപ്രീം കോടതിയിൽ ഹാജരായി സ്റ്റേ പിൻവലിക്കുമെന്നും സതീശൻ പറഞ്ഞു. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് തുടർഭരണം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിലൂടെ അടുത്ത സർക്കാരിന് ബാധ്യത കൈമാറുകയാണ്. അധികാരത്തിൽ തുടരില്ല എന്ന ഉറപ്പാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പിണറായി സർക്കാരിന് ആശ്വാസം. നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ക്ഷേമ പദ്ധതികൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പരിശോധിക്കാനും വിവരശേഖരണം നടത്താനും സർക്കാരിന് അവകാശമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത്. കേസിൽ കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ക്ഷേമ പദ്ധതികൾക്കായി കോടികൾ ചെലവഴിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതിൽ വിവരശേഖരണം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വിധി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നതെന്ന് ആരോപിച്ച് KSU നേതാക്കളാണ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് ഹൈക്കോടതി സർവേ തടഞ്ഞത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ സുപ്രീം കോടതി ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സർക്കാരിന് സർവേയുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയത്. രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള വിവരശേഖരണം തടയാനാകില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർവേക്ക് 20 കോടി രൂപയുടെ ചെലവ് സംബന്ധിച്ച് സംസ്ഥാനം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സർവേകളെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ എന്തു പറയുന്നു എന്ന് കോടതിയെ ബാധിക്കുന്ന കാര്യമല്ല എന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പദ്ധതികൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം പരിശോധനകൾ നടത്താമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇനി കേസ് ഏപ്രിൽ 13 പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിലെ അവസാന ദിനത്തിലും പ്രതിപക്ഷ പ്രതിഷേധവും ബഹിഷ്കരണവും. ശബരിമല വിഷയത്തിലും തന്ത്രിയുടെ അറസ്റ്റിലും ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ. സഭാ സമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. RSSനെയും BJPയെയും വേദനിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും ചർച്ചകളെ ഭയക്കുന്ന പ്രതിപക്ഷം ലോകത്തില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏകാധിപത്യ ഭരണത്തിന് ജനങ്ങൾ മറുപടി പറയുമെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ സുപ്രധാന ബില്ലുകൾ പാസാക്കി നിയമസഭ വേഗത്തിൽ പിരിഞ്ഞു. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന ഭരണ പ്രതിപക്ഷം സമ്മേളിച്ച അവസാന സഭാ ദിനം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ അവസാന ദിനവും നടുത്തളത്തിലിറങ്ങിയ പ്രതിഷേധം. ശബരിമലയും തന്ത്രിയുടെ അറസ്റ്റും ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ടു. പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ K. ബാബുവാണ് പ്രതിപക്ഷ നിരയെ നയിച്ചത്. തന്ത്രിയുടെ അറസ്റ്റിൽ ജനങ്ങളോട് സർക്കാരിന് മറുപടി പറയേണ്ടി വരുമെന്ന് ആവർത്തിച്ചു. സാർ, ഈ തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കോടതി അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടപ്പോൾ ആ കാര്യം കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ പരാമർശിച്ചു, അത്രയേ ഉള്ളൂ സാർ. അതുകൊണ്ട് തന്നെയാണ് തെളിവിന്റെ കണിക പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ ജയിലിലിടുന്നത് നിയമവിരുദ്ധമാകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. കൊല്ലം വിജിലൻസ് കോടതി വിധിയെ സംശയത്തോടെ നോക്കുന്ന രീതിയിൽ നിയമമന്ത്രി പ്രതിരോധം തീർത്തു. പക്ഷെ ഇതുവരെ ഹൈക്കോടതി ഡിവിഷൻ എന്ന് പറയുന്നു ഏറ്റവും ശരിയായ അന്വേഷണം, ഏറ്റവും ശരിയായ രൂപത്തിൽ പോകുന്നു. മറ്റൊരു പണിയുമില്ലാത്തതിനാൽ പ്രതിപക്ഷം എന്നും രാവിലെ നടുത്തളത്തിൽ വന്ന് കുത്തിയിരിക്കുന്നതായി പാർലമെന്ററി കാര്യമന്ത്രിയുടെ പരിഹാസം. പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ്. ചോദ്യോത്തരവേള റദ്ദാക്കി മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. അപ്പോഴേക്കും സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തുവന്നു. തുടർച്ചയായി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റിന് യഥാർത്ഥത്തിൽ ധാർമ്മികമായി അധികാരത്തിലിരിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ നേറ്റിവിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കി. ഇതിനിടെ ഗവർണർ വായിച്ച നയപ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിക്കണമെന്ന കത്ത് സ്പീക്കർ സഭയെ അറിയിച്ചു. എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന കീഴ്വഴക്കം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സഭാ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കവേ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചർച്ചയെ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷം. സർ, ഇവര് വസ്തുതകളെ ഭയപ്പെടുകയല്ലേ? കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഭയപ്പെടുകയല്ലേ? സർക്കാർ ഇതേവരെ ചെയ്ത കാര്യങ്ങൾ ഭയപ്പെടുകയല്ലേ? പൗരത്വ നിയമത്തിൽ രാജ്യം മുഴുവൻ ആശങ്കപ്പെടുന്ന വേളയിൽ കേരളത്തിന്റെ മക്കൾക്ക് നേറ്റിവിറ്റി കാർഡ് ഉള്ളതിനാൽ സുരക്ഷിതമായി ജീവിക്കാമെന്ന പ്രസ്താവനയും മുഖ്യമന്ത്രി ഈ സർക്കാരിന്റെ കാലത്തെ അവസാന സമ്മേളനത്തിൽ നടത്തി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും VD സതീശൻ പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന 15ാം നിയമസഭ. തുടക്കത്തിൽ MP രാജേഷും പിന്നീട് AN ഷംസീറും സ്പീക്കർമാരായി മാറി. സുപ്രധാനമായ പല ബില്ലുകളും പാസാക്കി. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തു എന്ന റെക്കോർഡ് നേടിയ നിയമസഭാ കാലയളവ്. 2 മിനിറ്റിൽ താഴെ മാത്രം നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ഗവർണർ മടങ്ങിയെന്ന് ചരിത്രത്തിലിടം നേടിയ നിയമസഭാ കാലയളവ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ 15ാം കേരള നിയമസഭ ഇവിടെ ചരിത്രമായി മാറുകയാണ്. സഭാ കവാടത്തിന് മുന്നിൽ നിന്ന് അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. ശബരിമലയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന ചോദ്യവുമായി സുപ്രീം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിനെതിരെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ചാണ് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ നിർണായക പരാമർശം നടത്തിയത്. പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ചിലേക്ക് മാറ്റി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിന്റെ ജാമ്യ ഹർജി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. കഴിഞ്ഞ നവംബർ 20-ാം തീയതി കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ A. പത്മകുമാറിന് കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് 90 ദിവസം പൂർത്തിയായിട്ടില്ല. ഇതുകാരണം ജയിൽ മോചിതനാകാൻ പത്മകുമാറിന് സാധിച്ചില്ല. ഇതിനിടെയാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തത്. ദ്വാരപാലക കേസിൽ മാർച്ച് 3-നാണ് 90 ദിവസം പൂർത്തിയാകുക. ഇതോടെ പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പത്മകുമാർ ജയിൽ മോചിതനായേക്കും. തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവും ഉടൻ സ്വാഭാവിക ജാമ്യം നൽകും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N. വിജയകുമാർ ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്.
നാളെയാണ് ജാമ്യഹർജി പരിഗണിക്കുക. KP ശങ്കരദാസ് സമർപ്പിച്ച ജാമ്യഹർജിയിൽ മാർച്ച് 2-ന് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം. PSC ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധി നീട്ടി 36 വയസ്സെന്നത് 40 പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് പ്രായപരിധി 45 വയസ്സ്. തീരുമാനം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ്. സുപ്രധാന തീരുമാനം തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സുപ്രധാനപ്പെട്ടൊരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. PSCയുടെ പ്രായപരിധി, അതായത് ജനറൽ വിഭാഗത്തിന് 36 ആയിരുന്നു നിലവിൽ, അത് 40 ആക്കിയിരിക്കുകയാണ്. എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു നിർണായക തീരുമാനമാണ്? അമ്പിളി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് തൊട്ട് മുമ്പെടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഈ സുപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥികളുടെ വളരെ കാലമായുള്ള, വളരെ വർഷമായുള്ള ഒരു ആവശ്യമായിരുന്നു പ്രായപരിധി ഉയർത്തുക എന്നുള്ളത്. അതായത് ജനറൽ കാറ്റഗറിയിൽ 36 വയസ്സെന്നതാണ് 40 വയസ്സാക്കി മാറ്റി 4 വർഷത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് സംസ്ഥാനത്ത് PSCയിൽ സർക്കാർ ജോലിക്കായി അപേക്ഷ നൽകിയിരിക്കുന്നവരായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ, ഏറെ നേട്ടമായ, അവർക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഒപ്പം പട്ടികജാതി പട്ടികവർഗ്ഗ വിദ്യാർത്ഥികൾക്ക് 40 വയസ്സായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ പ്രായപരിധി, 45 വയസ്സ്, 5 വർഷമാണ് നീട്ടിയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഓർഡർ ഇപ്പോൾ ഇറങ്ങുന്നതേ ഉള്ളൂ. അല്പം മുമ്പാണ് ഈ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ നേരത്തെ ഈ ജീവനക്കാരെ സന്തോഷിപ്പിക്കാനായി ശമ്പള കുടിശ്ശിക അത് ഒരുമിച്ചാണ്, ഒറ്റയടിക്കാണ് അത് തീർക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ, അതായത് ഓരോ വിഭാഗക്കാരെയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതൊക്കെ രീതിയിൽ സർക്കാരിൻ്റെ അവസാനത്തേതാണ്, അതുകൊണ്ട് തന്നെ വിജ്ഞാപനം 1-2 ആഴ്ചക്കുള്ളിൽ വിജ്ഞാപനം വരാനിരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും സർക്കാർ കാവലാൾ സർക്കാരായി മാറുന്നു. അതിനു മുമ്പ് തന്നെ പരമാവധി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്താമോ അതൊക്കെ തന്നെ സർക്കാർ നടത്തുകയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ, PSC ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ഉയർത്തുക എന്നത് സർക്കാരിൻ്റെ മുന്നിലുള്ള, ഈ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഒക്കെ മുന്നിലുണ്ടായിരുന്ന വർഷങ്ങളായുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു, ഒരു നിർദ്ദേശമായിരുന്നു. പക്ഷേ അത് പല കാരണങ്ങളാണ്. അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത് ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധിയൊക്കെ നീട്ടുന്ന സമയത്തൊക്കെ തന്നെയും ഈ വിരമിക്കലിൻ്റെ പ്രായപരിധി അതൊക്കെ തന്നെ ഒരു വിഷയമായിരുന്നു. അങ്ങനെ നിരവധി തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങളും സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ തന്നെയും സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറ്റിയാണ് ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു സർക്കാർ. ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് LD ക്ലർക്ക് പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ 3 വർഷമാണ് ഈ PSCയുടെ കാലാവധി. അത് 36 എന്നതുള്ളത് 40 ആക്കുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറെ കാലമുള്ള ഒരു ആവശ്യമാണ്. ഇപ്പോൾ അൻഫ്രീഡ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ SC/ST വിഭാഗത്തിന് 45 വയസ്സ്, അങ്ങനെ ഓരോ വിഭാഗത്തിനും എത്ര ഉയർത്തി എന്നുള്ള വിശദാംശങ്ങളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ കൃത്യമായ ഓർഡർ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. ഇത് ഈ പ്രത്യേക മന്ത്രിസഭാ യോഗം എടുത്തൊരു തീരുമാനം എന്ന രീതിയിലാണ് ജനറൽ കാറ്റഗറിയിൽ 4 വർഷം വരെ നീട്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗം, ഇത് രണ്ടുമാണല്ലോ പ്രധാനമായും നമ്മൾ നോക്കുന്നത്. ഇനി പിന്നാക്ക വിഭാഗങ്ങൾ, ഈ OBC, OEC ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ പ്രായപരിധിയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇനി ഇത് നടപടിക്രമങ്ങൾ എങ്ങനെയെന്നതാണ്. കാരണം ഈ ഇപ്പോൾ പ്രായപരിധി കഴിഞ്ഞവരുണ്ട്, അതായത് 40 വയസ്സ് ഇപ്പോൾ ആയവർക്ക്, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 36 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി അവർക്ക് എങ്ങനെയാണ് അടുത്ത പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടത്, അതിനുള്ളൊരു സാങ്കേതിക തടസ്സം അല്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുള്ള നിലവിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ എങ്ങനെ, ഏത് രേഖകളൊക്കെ ഹാജരാക്കി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എപ്പോൾ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും, മുൻകാല പ്രാബല്യത്തോടുകൂടി വരുമോ, ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായുണ്ട്. അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഓർഡറിൽ അത്രയും വ്യക്തതയൊന്നും ഓർഡറിൽ ഉണ്ടാവുകയില്ല. ഓർഡറിൽ ഓരോ കാറ്റഗറിയിലുമുള്ള പ്രായപരിധി എത്രത്തോളം നീട്ടി എന്നത് മാത്രമേ ഈ അല്പസമയത്തിനകം തന്നെ ഓർഡർ ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രി ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഉത്തരവ്. അതിൽ ഉത്തരവിൽ ഓരോ കാറ്റഗറിയിൽ പെടുന്നവർക്കുള്ള പ്രായപരിധി എത്രത്തോളമാണ്, എങ്ങനെയാണ് നീട്ടിയിരിക്കുന്നത്, നിലവിലെ പ്രായപരിധിയൊക്കെ തന്നെ പ്രതിപാദിക്കുന്നുണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പരീക്ഷയെ, ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷകൾ, ഇനി അപേക്ഷ വിളിച്ചിട്ടുള്ള പരീക്ഷകൾ, ഇതിനൊക്കെ ഇവർക്ക് ഇപ്പോൾ നിലവിലെ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഈ നിലവിലുള്ള നിയമപ്രകാരം അവർക്ക് അപേക്ഷിക്കാമോ, അതോ ഇതിൻ്റെ പ്രാബല്യം ഈ പുതിയ ഉത്തരവ് ഇറങ്ങുന്നത് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വരുമോ, ആരൊക്കെ ഒഴിവാക്കപ്പെടും, ആരൊക്കെ ഇതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമോ, അതടക്കമുള്ള നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എങ്കിലും വലിയൊരു വിഭാഗത്തിന്, സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളായ വലിയൊരു വിഭാഗത്തിന് ഏറെ ആശ്വാസവും ഏറെ നേട്ടവുമുള്ള ഒരു ഉത്തരവാണ്, ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ഈ അവസാന നിമിഷം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രമായി തന്നെയാകും പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോൾ ഇതിനെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുകയില്ല. കാരണം ഇത് ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം
വിഷയമാണ്. ഇതിനെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റൊന്നും പ്രതിപക്ഷത്തിനും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തായാലും സർക്കാർ ഓരോ നീക്കങ്ങളും ഓരോ കരുക്കളും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുകയാണ്. കാരണം ഇനി 1-2 ആഴ്ച മാത്രമാണ് സർക്കാരിന് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, നിർണായക പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അമ്പിളി നമുക്ക് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി, PSC ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധി നീട്ടി 36 വയസ്സെന്നത് 40 ആക്കി. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പ്രായപരിധി 45 വയസ്സാണ്. ജനറൽ വിഭാഗത്തിന് നിലവിൽ 36 വയസ്സായിരുന്നു. തീരുമാനം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രധാനപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ ഒരു നിർണായക തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. പത്തനംതിട്ടയും മലപ്പുറവും ഉൾപ്പെടുത്തിയ അതിവേഗ റെയിൽവേ പദ്ധതി പരിഷ്കരിച്ച് ഇ ശ്രീധരൻ. നേരത്തെ പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപ ചിലവ് 56,500 കോടിയായി കുറയും. പദ്ധതി പൂർത്തിയായാൽ ചുരുങ്ങിയ നിരക്കിൽ 5 ലക്ഷം പേർക്ക് വരെ പ്രതിദിനം യാത്ര ചെയ്യാനാകുമെന്നും ശ്രീധരൻ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രലിൽ തുടങ്ങി കണ്ണൂർ വരെ നീളുന്ന 465 കിലോമീറ്റർ പാതയാണ് പരിഷ്കരിച്ച പദ്ധതിയിലുള്ളത്. ആകെ 20 സ്റ്റേഷനുകൾ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി പത്തനംതിട്ടയിലും മലപ്പുറത്തും റെയിൽവേയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. 200 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ട്രെയിൻ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലെത്തും. 780 രൂപ മാത്രമായിരിക്കും നിരക്ക്. ഇത് നിലവിലെ ഇന്ത്യൻ റെയിൽവേയുടെ AC ചെയർ കാർ നിരക്കിന് തുല്യമാണ്. നേരത്തെ പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപയുടെ ചെലവ് 56,500 കോടി രൂപയായി കുറയും. പദ്ധതിക്ക് വേണ്ട മുഴുവൻ ഊർജ്ജവും സ്റ്റേഷൻ ടോപ്പുകളിലും മറ്റും സ്ഥാപിക്കുന്ന സോളാർ ഫാമുകളിലൂടെ കണ്ടെത്തും. 2ാം ഘട്ടത്തിൽ കാസർഗോഡ്, വയനാട്, ഗുരുവായൂർ, പമ്പ എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാകും. ടിക്കറ്റ് ഫെയർ ട്രിവാൻഡ്രം എറണാകുളം 440, ട്രിവാൻഡ്രം കോഴിക്കോട് 640, ട്രിവാൻഡ്രം കണ്ണൂർ 780. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ബസ്സസ് ഓടുന്നുണ്ട്. KSRTC ബസ്സൊക്കെ കമ്പൈൻ ആണെങ്കിൽ ബസ് ഫെയർ ഈസ് മച്ച് മോർ ദാൻ ദിസ്. ഇപ്പോഴത്തെ ബസ് ഫെയറിൻ്റെ എങ്ങനെയൊരു വളരെ മീതിയാണ്, അതിനേക്കാളും താഴെയാണ് ഞങ്ങളുടെ ഫെയർ ഉണ്ടാവുക. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായുള്ള ധാരണയിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നതെന്നും DPR തയ്യാറാക്കാനുള്ള അനുമതി വൈകാതെ ലഭിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം കേരളം മാറ്റി കേരളമാക്കാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ഭരണഘടനയിൽ കേരളയ്ക്ക് പകരം കേരളം എന്ന് നിർദ്ദേശിക്കുന്ന ബില്ലാണ് അംഗീകരിച്ചത്. ഭരണഘടനാ ഭേദഗതി ബിൽ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. കേരളം മാറി ഇനി മുതൽ കേരളമെന്ന് ഭരണഘടനാ തലത്തിൽ അറിയപ്പെടും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതിനുവേണ്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് കേരള മാറി കേരളമാക്കുവാനുള്ള തീരുമാനം ഉണ്ടായത്. സേവാതീർത്ഥിലെ ആദ്യ തീരുമാനം എന്ന പേരിലും ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കും. ഈ കേരള का नाम केरलम होना चाहिए, जो कि मलयालम भाषा में केरलम कहा जाता है, इसलिए इसका नाम केरलम होना चाहिए. ये बड़े लंबे टाइम से डिमांड रही है. इस डिमांड को आज यूनियन कैबिनेट ने അപ്രൂവൽ ദിയ. ഭരണഘടനാ ഭേദഗതി ബിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ 2ാം ഘട്ടത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. കേരള എന്ന് ഇംഗ്ലീഷിലും കേരൾ എന്ന് ഹിന്ദിയിലും ഉപയോഗിക്കുന്നത് ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന് നേരത്തെ നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയുടെ 1ാം പട്ടികയിൽ കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഈ ആവശ്യമാണ് കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നത്. 2023 ഓഗസ്റ്റിലും ഇതേ ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം അന്ന് അത് പരിഗണിച്ചില്ല. ഭരണഘടനയുടെ 1ാം പട്ടികയിലും 8ാം പട്ടികയിലും മാറ്റം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യ പ്രമേയം. എന്നാൽ 1ാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതനുസരിച്ചാണ് പരിഷ്കരിച്ച പ്രമേയം നിയമസഭ പാസാക്കി കേന്ദ്രത്തിന് വീണ്ടും അയച്ചത്. ഇക്കാര്യം അഭ്യർത്ഥിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അടുത്തിടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരള സ്റ്റോറി സിനിമയുടെ ടീസർ കേരളത്തെ അപമാനിക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി. നാളെ കൊച്ചിയിൽ പ്രദർശനമൊരുക്കിയാൽ കാണാൻ തയ്യാറെന്ന് കോടതി. ടീസർ പിൻവലിക്കാൻ തയ്യാറാണെന്ന് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും കോടതിയെ അറിയിച്ചു.
കോഴിക്കോട് വലിയങ്ങാടിയിൽ 4 പേരുടെ മരണത്തിനിടയാക്കി കെട്ടിടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുന്നതിനിടെ വിചിത്രവാദവുമായി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കാലപ്പഴക്കം ചെന്ന 16 കെട്ടിടങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. കാലപ്പഴക്കം കാരണം കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് കെട്ടിടം പൊളിക്കുന്നതിന് തടസ്സമായി കോർപ്പറേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പുതിയതായി കടകൾക്ക് ലൈസൻസ് നൽകിയിട്ടില്ല എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. വലിയങ്ങാടി അപകടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിക്കുന്നത് സംബന്ധിച്ച ന്യായീകരണവുമായി കോഴിക്കോട് കോർപ്പറേഷൻ രംഗത്തെത്തിയത്. കോർപ്പറേഷൻ പരിധിയിലെ കാലപ്പഴക്കം ചെന്ന 16 കെട്ടിടങ്ങളുണ്ടെന്നും ഈ കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ DPR തയ്യാറാക്കിയിട്ടുണ്ടെന്നുമാണ് മേയർ വിശദീകരിക്കുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിലെ അപകടം നടന്ന പഴയ പാസ്പോർട്ട് ഓഫീസ് പുതുക്കി പണിയാൻ തീരുമാനിച്ച 16 കെട്ടിടങ്ങളിലൊന്നാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ഫിറ്റ്നസ് ഇല്ലെന്നും ഒഴിയണമെന്നും ചൂണ്ടിക്കാട്ടി 25/9/2024 കോർപ്പറേഷൻ വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവിടെ നിന്നും പഴയ കടക്കാരെ കർശനമായി ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. അപകടാവസ്ഥയിലുള്ള ഇത്തരം കെട്ടിടങ്ങളിൽ പുതിയതായി ലൈസൻസ് നൽകിയില്ലെന്ന് കോർപ്പറേഷൻ അവകാശപ്പെടുമ്പോഴും പഴയ കടക്കാരെ ഒഴിപ്പിക്കുന്നതിലെ കാലതാമസമാണ് അപകടം ക്ഷണിച്ചു വരുത്തിയതെന്ന് ചുരുക്കം. പുതിയതായി ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ലെങ്കിലും പഴയ കടക്കാർക്ക് ലൈസൻസ് പുതുക്കി നൽകിയിട്ടുമുണ്ട്. മരാമത്ത് വകുപ്പ്, ധനകാര്യ വകുപ്പ്, കൗൺസിൽ യോഗ അംഗീകാരം, കടക്കാർ നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങുമ്പോഴുള്ള വെല്ലുവിളികൾ, ഇങ്ങനെ പല കടമ്പകൾ കടന്നു വേണം ജീർണാവസ്ഥയിലുള്ള ഒരു കെട്ടിടം പൊളിക്കാൻ. 4 പേരുടെ ജീവൻ പൊലിയേണ്ടി വന്നു. ഇത്തരം കെട്ടിടങ്ങൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് കോർപ്പറേഷന് ബോധ്യമാകാൻ. ഈ 4 ജീവനുകൾക്ക് മറുപടി പറയേണ്ടത് ഈ കോഴിക്കോട്ടെ നിലവിലുള്ള ഭരണസമിതിയും കഴിഞ്ഞ കൗൺസിലും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ട് ഈ അനാസ്ഥ? തൽപര കക്ഷികൾക്ക് വേണ്ടിയാണ് ഇവർ ഈ കെട്ടിടം പൊളിക്കുന്നത് വരെ ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും ജനം ഒരു തരത്തിലും പൊറുക്കില്ല എന്നാണ്. വലിയങ്ങാടി അപകടം കോർപ്പറേഷൻ അന്വേഷിക്കുമെന്നും പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ പറഞ്ഞു. സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു. കോർപ്പറേഷൻ്റെതായ കെട്ടിടങ്ങൾ, ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബലക്ഷയം ഉള്ളത് കണ്ടെത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയണം. അതിനാവശ്യമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇന്നലെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓരോന്നും പൊളിച്ചു മാറ്റേണ്ട മുറയ്ക്ക് മാത്രം ഒഴിപ്പിക്കുക എന്നതാണ് പൊതു സമീപനമെന്ന് ഡെപ്യൂട്ടി മേയർ ജയശ്രീ പറഞ്ഞു. കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് അൺഫിറ്റ് ആണ് എന്ന് മരാമത്ത് വകുപ്പ് വഴി, ധനകാര്യ കമ്മിറ്റി വഴി കൗൺസിൽ അപ്രൂവ് ചെയ്യുമ്പോഴാണ് അതിന് അപ്രൂവലായിട്ട് വരുന്നത്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടത്തിന് പിന്നാലെ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിലെ 5 കടമുറികൾ ഒഴിയാൻ നോട്ടീസ് പതിച്ചു. കടമുറിയിലെ സാധനങ്ങൾ മാറ്റി മുറി ഒഴിഞ്ഞ ശേഷം രേഖാമൂലം കോർപ്പറേഷനെ അറിയിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അപകടത്തിൽ മരിച്ചവർക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റയാൾക്ക് 50,000 രൂപയും മേയർ ഫണ്ടിൽ നിന്നും അടിയന്തര ധനസഹായം നൽകും. അതേസമയം ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് BJP ഉൾപ്പെടെ പ്രക്ഷോഭത്തിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി തകർന്നു വീണ് 4 പേർ മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോർപ്പറേഷനെതിരെയാണ് കേസെടുത്തത്. അതേസമയം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് കെട്ടിടം സന്ദർശിച്ചു. അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്, കാലപ്പഴക്കം കൊണ്ട് അപകടമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതിൻ്റെ മേലെടുത്തുള്ള നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പഴയ ബിൽഡിങ്ങുകളിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായേക്കാം. അത് മനുഷ്യാവകാശ ലംഘനമാണ്, അത് തടയേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പരിശോധിക്കുന്നതും ഇനി തുടർ നടപടികൾ ബന്ധപ്പെട്ടവരുന്ന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ മാത്രമല്ല, ഈ ബിൽഡിങ്ങിൽ തന്നെ 3 മുറികളല്ല, ബാക്കിയുള്ള മുറികളും ഈ ബിൽഡിംഗ് മൊത്തം അപകടാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് അവരുടെ കോർപ്പറേഷൻ്റെ കയ്യിലുള്ളത് എന്നാണ് ഞാൻ ഇപ്പം കേട്ടതിൽ മനസ്സിലായത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ വീണ്ടും ചികിത്സാപ്പിഴവ്. ആലപ്പുഴ കായംകുളത്ത് ചികിത്സാപ്പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി പരാതി. കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി ദമ്പതികൾ രംഗത്തെത്തിയത്. അമ്പലപ്പുഴ ഭരണിക്കാവ് സ്വദേശികളായ അതുല്യ അജീഷ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ പിഴവ് ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കൾ രംഗത്തെത്തി. ഇന്നലെ ഉച്ചയ്ക്കാണ് കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവാണെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചുവെങ്കിലും മെഡിക്കൽ കോളേജിൽ എത്തും മുമ്പ് കുഞ്ഞ് മരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെ കുടുംബം പരാതി നൽകിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു.
തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ഒരു നോട്ടക്കുറവുണ്ട്. അത് അവർ പറയുന്നത് നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം അത് അങ്ങനെ ഞാൻ റൂമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അല്ല എനിക്ക് കുഴപ്പമില്ല, എന്നാലും എനിക്ക് റൂം അതിനകത്ത് എനിക്ക് വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞു അവരോട്. അപ്പോഴും പറഞ്ഞ ഞങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ വൈഫിനെ എന്നെയും കൂടെ വീട്ടിൽ വിടാൻ വേണ്ടി ഇരുന്നതാണ്. എന്നിട്ട് നിർബന്ധം കൊണ്ട് നമ്മളവിടെ നിന്നതാണ്. അതുലേക്ക് ഈ മാസം 24-ാം തീയതിയായിരുന്നു പ്രസവത്തിന് തീയതി നൽകിയിരുന്നത്. എന്നാൽ പ്രസവവേദന അനുഭവപ്പെട്ടതോടെ യുവതിയെ ഇന്നലെ സിസേറിയന് വിധേയയാക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് ബ്ലീഡിംഗ് ഉണ്ടായതിനെ തുടർന്ന് അതുല്യയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ ആശുപത്രി ജീവനക്കാർ തയ്യാറായില്ല എന്നാണ് അതുല്യയുടെ ഭർത്താവ് ആരോപിക്കുന്നത്. അജീഷിന്റെ പരാതിയിലാണ് കായംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ സസ്പെൻഷനിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഡോക്ടർമാർ കൂട്ടവധിയെടുത്ത് പ്രതിഷേധിച്ചു. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. അതേസമയം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 9ാം ദിവസവും തുടരുന്നു. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നാളെ മുതൽ സമരം ശക്തമാക്കാനാണ് KGMCTA തീരുമാനം. സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രശ്നം പരിഹാരമാകുന്നില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കാനാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ തീരുമാനം. സർവകലാശാല ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കും. 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടനെ നൽകണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഴുവൻ കുടിശ്ശികയും നൽകാൻ ആകില്ല എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് KGMCTA വ്യക്തമാക്കിയിട്ടുണ്ട്. സീനിയർ ഡോക്ടർമാർ സമരം തുടരുന്നത് കാരണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ ദുരിതത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ളവ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ദൈനംദിന ചികിത്സാ സംവിധാനം സുഗമമായി നടക്കുന്നില്ല. അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ഡോക്ടർമാർ ഇന്ന് കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കുകയാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിലെ പ്രതിഷേധമാണ് KGMOA നടത്തുന്നത്. വിശദമായ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തെന്നാണ് ആരോപിക്കുന്നത്. ആശുപത്രിയിലുണ്ടായ പ്രതിഷേധത്തിനിടെ സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരിക്കേറ്റതായും ഇതിൽ അക്രമികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് ജില്ലയിൽ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കർഷകരെ അണിനിരത്തി കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഭോപ്പാലിൽ തുടക്കം. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി മോദി രാജ്യത്തെ വിറ്റെന്നും എപ്സ്റ്റീൻ ഫയലുകളെ ഭയന്ന് അമേരിക്കയ്ക്ക് കീഴടങ്ങിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കിസാൻ മഹാചൗപാൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ഭോപ്പാലിലെ ജവഹർ ചൌക്കിൽ നടന്ന വൻ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്ത പരിപാടിയിൽ ഭോപ്പാൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിർദ്ദിഷ്ട വ്യാപാര കരാർ ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും കാർഷിക വിപണിയെയും വിലയെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയ രാജ്യം വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. आप शिवराज चौहान जी से पूछिए, कृषि मंत्री हैं, क्या कैबिनेट ने निर्णय लिया? नहीं. राजनाथ सिंह जी से पूछिए, गडकरी जी से पूछिए, कैबिनेट से कुछ नहीं पूछा गया. सीधा प्रधानमंत्री ने फोन किया, कहा मैं डील करने को तैयार हूं. क्यों किया? 4 महीने कुछ नहीं हिला और फिर एकदम नरेंद्र मोदी जी ने फोन किया और हिंदुस्तान के किसानों को बेच दिया, हिंदुस्तान की गारमेंट इंडस्ट्री को बेच दिया, हमारा सारा का सारा डेटा अमेरिका को दे दिया. ചൈനീസ് കടന്നുകയറ്റം പോലെയുള്ള ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത ചരിത്രത്തിലില്ലാത്ത നടപടിയാണ് BJP സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സിംഹങ്ങളെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മോദി സർക്കാരിന്റെ ഭീഷണികൾക്ക് മുമ്പിൽ ഭയപ്പെടില്ല എന്നും വ്യക്തമാക്കി. കർഷകരെയും യുവാക്കളെയും അവഗണിച്ച് വ്യവസായ സുഹൃത്തുക്കളെ സഹായിക്കാനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മധ്യപ്രദേശ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നടന്നുവരുന്ന സാഹചര്യത്തിൽ ഭോപ്പാലിൽ നടന്ന ഈ ശക്തിപ്രകടനം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
AI ഉച്ചകോടിയിലെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹി പോലീസ്. പാട്യാല കോടതിയിൽ ഹാജരാക്കിയ ചിബിനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചിബിനെ ഹാജരാക്കിയ പാട്യാല കോടതിക്ക് മുമ്പിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. കോടതി വളപ്പിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ചിബിനെ പോലീസ് വാഹനത്തിൽ കയറ്റാനുള്ള പോലീസിന്റെ ശ്രമം തടയാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. നരേന്ദ്രമോദി സർക്കാരും പോലീസും അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാൻ ശ്രമിക്കുന്ന ഉദയഭാനു ചിബിനെ നേരിട്ട് കണ്ടു. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം അവരുടെ കസ്റ്റഡിയിലാണ്. പോലീസ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ പ്രതിഷേധ സ്ഥലത്ത് ഇല്ലാതിരുന്ന ഉദയഭാനു ചിബിനെ ബോധപൂർവം IYC പ്രസിഡന്റ് എന്ന നിലക്ക് ബോധപൂർവം വേട്ടയാടാൻ ശ്രമിക്കുന്നത് വാർത്തകളുടെ ഡൈവേഷനും കൊണ്ട് വേണ്ടി കൂടിയാണ്. റാപ്പർ വേടൻ വിവാഹിതനായി. എഴുത്തുകാരി നവമി ലതയാണ് വധു. തൃശൂർ തിരൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ചെമ്പുകാവ് സബ് രജിസ്ട്രാർ KM ജുജു വീട്ടിലെത്തി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം നടന്നത്. ഭരണഘടന സാക്ഷിയാക്കിയായിരിക്കും തങ്ങളുടെ വിവാഹമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എനിക്കൊരുപാട് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ വിജയത്തിലും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി നമ്മുടെ മനസ്സുകൾ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ പരിപാടികൾ നടന്നിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് പിന്നെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് പോട്ടെ മക്കളെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേർക്ക് പക്ഷേ അത് മനസ്സിലാവും, വളരെ കുഞ്ഞ പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ വീട് വരെ അലങ്കരിച്ചിട്ടുള്ള ഞാൻ അത്രയും വളരെ കുഞ്ഞ പരിപാടിയാണ്. അപ്പം എൻ്റെ ആരാധകർക്ക് അത് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയുള്ള പരിപാടി. പിന്നെന്താണ്, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. പറവൂരിലെ കോൺഗ്രസ് നേതാവ് വത്സല പ്രസന്നകുമാർ BJPയിൽ ചേർന്നു. 10 വർഷത്തോളം പറവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വത്സല പ്രസന്നകുമാറിന് അംഗത്വം നൽകി. BJPയുടെ വികസന പ്രവർത്തനങ്ങളാണ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് എന്ന് വത്സല പ്രസന്നകുമാർ പറഞ്ഞു. മാരാർജി ഭവനിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് വത്സല പ്രസന്നകുമാറിനെ സ്വീകരിച്ചു. വിസ്മയം പറവൂരിൽ നിന്നാകട്ടെയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJPയുടെ വികസന പ്രവർത്തനങ്ങളാണ് പാർട്ടിയിലേക്ക് ആകർഷിച്ചതെന്നും ഇവിടെ മാറ്റങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കുമെന്നും വത്സല പ്രസന്നകുമാർ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് അതിലേക്ക് ഒരംഗമായി ചേരുകയാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം പറവൂരിൽ സംഘടിപ്പിച്ച ശോഭയാത്ര വത്സല പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്ത സംഭവം വിവാദമായിരുന്നു. കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയുമായും പൊതുരംഗവുമായും അകന്നു കഴിയുകയായിരുന്നു വത്സല പ്രസന്നകുമാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പതിവ് പോലെ ഇത്തവണയും ഇടുക്കിയിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയം ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ ഭൂവിഷയങ്ങൾക്ക് പരിഹാരമായെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ നിർമ്മാണ നിരോധനവും പട്ടയ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് UDF ഇതിനെ പ്രതിരോധിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് വിഷയമാണ് ഭൂപ്രശ്നങ്ങൾ. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും മലയോര കർഷകരുടെ പ്രധാന ആവശ്യത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. പട്ടയഭൂമിയിലെ കാർഷികേതര ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നിയമവിരുദ്ധമാണെന്ന കോടതി നിലപാടും കർഷകർക്ക് തിരിച്ചടിയായി. ഇതിനെ മറികടക്കാനാണ് സർക്കാർ ഭൂവിനിയോഗ ചട്ടം ഭേദഗതി ചെയ്തത്. ഇതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചെന്നാണ് LDFന്റെ അവകാശവാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ കർമ്മധീരമായ എടുത്ത തീരുമാനമാണ്. അതും തന്നെയല്ല, പുതിയൊരു കാര്യം കൂടി ഉത്തരവാകും തൊട്ടടുത്ത ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നത്, ചട്ടഭേദഗതിയോടൊപ്പം പുതിയ നിർമ്മാണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി അല്ലെങ്കിൽ പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായ തീരുമാനം ഉത്തരവായി തൊട്ടു ദിവസം.
ഭൂവിനിയോഗ ചട്ടത്തെ തുടർന്ന് കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഫീസ് ഈടാക്കിയുള്ള ക്രമവൽക്കരണം സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതാണെന്ന് UDF ആരോപിക്കുന്നു. സർക്കാർ അനുമതി കൊടുത്തത് കൊണ്ടാണ് ജനം കെട്ടിടം പണിതത്. അപ്പോൾ തെറ്റ് ആദ്യം ചെയ്തത് എന്ന് പറയുന്നത് സർക്കാരാണ്. സർക്കാർ ചെയ്ത തെറ്റ് തിരുത്തണം. അന്നവർ അനുമതി കൊടുത്തത് തെറ്റായി പോയി എങ്കിൽ ആ അനുമതി നിയമവിധേയമാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭൂപ്രശ്നങ്ങൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ വോട്ടർമാരും ആശയക്കുഴപ്പത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾക്കിടയിൽ മാറ്റമില്ലാതെ തുടരുന്നത് സ്വന്തം മണ്ണിന്റെ ഉടമസ്ഥാവകാശത്തിനു വേണ്ടിയുള്ള മലയോര കർഷകന്റെ കാത്തിരിപ്പാണ്. അമൃത ന്യൂസ്, ഇടുക്കി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തിറക്കും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, മന്ത്രിസഭായോഗത്തിൽ നിന്ന് ഒരുപാട് തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങളുണ്ടായ ഒരു മന്ത്രിസഭായോഗമായിരുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തന്നെയാണ് JB കോശി റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കണം എന്നുള്ളത് വളരെ നാളുകളായി ക്രൈസ്തവ സംഘടനകൾ, ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ തന്നെയും ഈ സമ്മർദ്ദം സർക്കാരിനുണ്ടായിരുന്നു. അത് പിന്നീട് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. നിയമസഭയിലും സർക്കാർ പറഞ്ഞതാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന്. വളരെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ വിഷയം പറഞ്ഞത്. കാരണം ഈ സഭാ സമ്മേളനത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും സഭാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ട് സർക്കാരിനെ കണ്ട് ഇക്കാര്യത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷവും മുമ്പുമൊക്കെ ഉറപ്പ് നൽകിയതാണ് JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. JB കോശി കമ്മീഷൻ ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ കമ്മീഷൻ തത്വത്തിൽ അംഗീകരിക്കുകയും റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഇതിനോടകം കൈക്കൊണ്ട ശുപാർശകൾ, അതായത് ഇപ്പോൾ സർക്കാർ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ JB കോശി കമ്മീഷന്റെ ശുപാർശകളെ പലതും തന്നെ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അന്തിമമായി അംഗീകരിക്കുകയോ അന്തിമമായി നടപ്പാക്കേണ്ട തീരുമാനമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതിനകത്ത് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് ഇതിനോടകം ഈ കമ്മീഷൻ റിപ്പോർട്ടുമായി കൈക്കൊണ്ട ശുപാർശകൾക്ക് പുറമെ ഒരു 32 എണ്ണത്തിൽ കൂടി അധികമായി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് അർഹതയുള്ളൂ എന്നൊരു നിബന്ധന. ആ നിബന്ധന അശാസ്ത്രീയമായാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇത് രേഖയായി സ്വീകരിക്കും. അതായത് ഈ ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായമായ ഒരു റവന്യൂ രേഖയായി അത് പരിഗണിക്കും. അതിന് വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നതുമൊക്കെ തന്നെയും ഈ ശുപാർശ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1947 എന്ന വർഷം ജാതി സമുദായ സർട്ടിഫിക്കറ്റ് മാനദണ്ഡമാക്കുന്നതിന് പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കാരണം അതൊരു തടസ്സമായി ഇത്രയും നാം നിൽക്കുകയായിരുന്നു. ആ തടസ്സമാണ് മാറ്റിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ 32 ശുപാർശ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ശുപാർശകൾ ഏതൊക്കെയാണ് എന്ന് ഒരുപക്ഷെ ഓർഡർ ഇറങ്ങുമ്പോൾ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓർഡർ വ്യക്തമായി പ്രതിപാദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ PSCയുടെ ഓർഡർ ഇറങ്ങാനുണ്ട്. അതോടൊപ്പം തന്നെ JB കോശി കമ്മീഷൻ നടപ്പാക്കുമെന്ന് സർക്കാർ തീരുമാനിച്ച തത്വത്തിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി ക്രൈസ്തവ സമുദായത്തിന്റെ, അതായത് ക്രൈസ്തവ സമുദായത്തിലെ പിന്നാക്ക വർഗക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ആവശ്യമായ അവരുടെ ആനുകൂല്യങ്ങൾ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ഇതേക്കുറിച്ച് പഠിച്ച കമ്മീഷന്റെ റിപ്പോർട്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വർഷങ്ങളായി നടപ്പാക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു സഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് ഇപ്പോൾ ഈ സർക്കാർ തത്വത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയെയും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു വിഭാഗം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഉദ്യോഗാർത്ഥികളുടെ ജീവനക്കാരുടെ ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ സഭയെയും പ്രീതിപ്പെടുത്താനുള്ള ഒരു സുപ്രധാനമായ നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. ക്രൈസ്തവ സഭയുടെ ഏറെ നാളായുള്ള ഒരാവശ്യമായിരുന്നു ഇത്. റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തിറക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിമുഖം ചെയ്യുന്ന ഇരുവർ എന്ന പരിപാടിയുടെ ടീസർ പുറത്തിറങ്ങി. സിനിമാ റിലീസിനെ അനുസ്മരിപ്പിക്കുന്ന വിധം വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ ടീസറിനെ വരവേൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തിപരമായ വിശേഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ അഭിമുഖമെന്നാണ് ടീസറിൽ നിന്നുള്ള സൂചന. എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിൻ്റെയാണ്.
അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല് നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം.